ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഇന്ത്യൻ സാമ്പത്തിക രംഗം, ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മുൻപത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ശരി, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്തായിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എന്ന് ആദ്യമേ മനസ്സിലാക്കണം. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് NCERT +1 ചാപ്റ്റർ 1 സ്വതന്ത്ര ലബ്ധി വരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇതിൽ 3 ചാപ്റ്റർ നമുക്ക് നോക്കാനുണ്ട്. ഫസ്റ്റും സെക്കൻഡ് ചാപ്റ്റർ നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. തേർഡ് വൺ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പം ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകും. ഇതിൽ നമ്മൾ ക്ലിയർ കട്ടായിട്ട് പോയിന്റുകൾ മാത്രം എടുത്ത് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്, ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതായത് ബ്രിട്ടീഷ് ഭരണ സമയത്ത് നമ്മളുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മോശം സാമ്പത്തിക സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ചൂഷണവും അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ടാക്സ് ഒക്കെ കാരണം ഭയങ്കര കുറവായിരുന്നു. ആ സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മളുടെ ദാദാബായ് നവറോജി, VKRV റാവോ, വില്യം ഡിഗ്ബി, RC ദേശായി, ദെൻ ഫീൽഡിലെ ഷിറാസ് എന്നിവരുടെ ദേശീയ വരുമാന കണക്കുകൾ ഇത് ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ ദേശീയ വരുമാനങ്ങൾ എടുത്തിരിക്കുന്ന വ്യക്തികളാണ് ദാദാബായ് നവറോജി, റാവു വില്യം ഡിഗ്ബി, RC ദേശായി, ഷിറാസ്. ഇവരെല്ലാം ദേശീയ വരുമാനം കണക്കാക്കിയിട്ടുള്ള ആളുകളാണ്. ഇനി എന്തൊക്കെയായിരുന്നു ആ സമയത്ത് നമ്മളുടെ കാർഷിക മേഖലയുടെ പ്രത്യേകതകൾ? ഭയങ്കരമായിട്ട് കുറഞ്ഞ ഉൽപാദനമായിരുന്നു ഉണ്ടായിരുന്നത്. കർഷകരെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന ഭൂ ഉടമകളുടെ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സാങ്കേതിക വിദ്യ, ടെക്നോളജിയിൽ വളരെ കുറവായിരുന്നു. ഒപ്പം ജലസേചനം, ഇന്നത്തെ കൂട്ടിലുള്ള ഡാമുകളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. കീടനാശിനികളും വളങ്ങളുടെയും കുറവ് മൂലം ക്രോപ്സ് ഒക്കെ നമുക്ക് വേണ്ട രീതിയിലുള്ള വിള ലഭിച്ചിരുന്നില്ല. കർഷകരുടെ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അതേപോലെ തന്നെ കൃഷിയുടെ വാണിജ്യവൽക്കരണം, ഇതുകൊണ്ടൊക്കെ തന്നെ കൃഷി വളരെ പുറകോട്ട് നിൽക്കുന്ന മേഖലയായിരുന്നു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വ്യാവസായിക മേഖലയാണ്. വ്യാവസായിക മേഖലകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വ്യാവസായിക മേഖലകൾ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർ നമ്മളുടെ വ്യവസായ മേഖലയ്ക്ക് തകർച്ച ഉണ്ടാക്കുന്ന പല രീതിയിലുള്ള നയങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ ഇവരെന്ത് ചെയ്യും, ബ്രിട്ടനിലേക്കും അവരുടെ നാട്ടിലേക്ക് അവർ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ നാട്ടിലുണ്ടാകുന്ന വസ്തുക്കൾ നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ഒക്കെ അവർ അങ്ങോട്ട് കയറ്റി അയക്കും. അതേപോലെ ഭയങ്കരമായിട്ടുള്ള പൈസയ്ക്ക് അവരുടെ മോശം ക്വാളിറ്റി സംഭവങ്ങൾ എങ്ങോട്ട് കൊണ്ടുവരും, ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തു. അതേപോലെ തന്നെ ഇന്ത്യ ബ്രിട്ടന്റെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റ് വഴിക്കാനുള്ള ഒരു വിപണിയായി മാറുകയാണ്. അതായത് ഇവിടെ കൊണ്ടുവന്ന് അവര് മാക്സിമം വിറ്റ് അവര് ക്യാഷ് എടുക്കുകയാണ്. ഒപ്പം തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ യൂറോപ്യൻ മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് ഉള്ള സംഭവങ്ങളാണ് ചണം, ഇൻഡിഗോ, കോട്ടൺ, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ അത് മാത്രം കൃഷി ചെയ്യാനായിട്ട്, കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഫാർമേഴ്സിനെ ഫോഴ്സ് ചെയ്യാണ്. നമ്മളുടെ ഇന്ത്യയിൽ അപ്പം കൾട്ടിവേഷൻ, നമ്മളുടെ റൈസ്, അതേപോലെ വീറ്റിന്റെ കൾട്ടിവേഷൻ ഒക്കെ കുറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ മൂലധന വസ്തുക്കളുടെ വ്യവസായങ്ങൾ കുറവായിരുന്നു. അപ്പൊ നോക്കിക്കേ, എന്നാ ടിസ്കോ ആരംഭിച്ചത്? 1907 ടിസ്കോ ആരംഭിച്ചു. ഇനി അതേപോലെ തന്നെ ഇന്ത്യയിൽ നമ്മുടെ കരകൗശല ഉൽപാദന മേഖലകളൊക്കെ ഭയങ്കരമായിട്ട് തകർന്നു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ വ്യവസായ നയവും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുമായുള്ള ഇന്ത്യൻ കരകൗശല ഉൽപ്പന്നങ്ങളുടെ മത്സരവുമായിരുന്നു അതിന് തകരാറുണ്ടാവാനുള്ള കാരണം. ഒപ്പം തന്നെ നമ്മളുടെ വ്യാവസായിക മേഖലയിലെ തൊഴിലവസരങ്ങൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇന്ത്യയുടെ വ്യാവസായിക മേഖലയുടെ GDPയിലേക്കുള്ള സംഭാവനയും വളരെ കുറവായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് ജനസംഖ്യയുടെ സവിശേഷതകളാണ്. നോക്കിക്കേ, നമ്മൾ പറയുന്നത് 1921 വരെ ഇന്ത്യയിലെ ജനസംഖ്യ പരിവർത്തനത്തിന്റെ ഫസ്റ്റ് ഘട്ടമാണ് 1921 വരെ. അപ്പോൾ ആ സമയത്ത് ജനന നിരക്ക് ഉയർന്നു, അതേപോലെ തന്നെ ധാരാളമായിട്ടുള്ള മരണവും ഉണ്ടായിരുന്നു.
അതിനുശേഷം നമ്മൾ പറയുന്നത് 1921 ശേഷം അതിനു മുതലാണ് രണ്ടാം ഘട്ടം വരുന്നത്. അപ്പോഴും എന്താണ്, ആ സമയത്ത് ജനന നിരക്ക് കൂടുതലുണ്ട്, മരണനിരക്ക് കുറച്ചു വരികയാണ്. പിന്നെ സാക്ഷരതാ നിരക്ക് 16% ഉണ്ടായിരുന്നത്. ഒപ്പം സ്ത്രീ സാക്ഷരതാ നിരക്ക് ഭയങ്കരമായിട്ട് കുറവായിരുന്നു, 7% ഉണ്ടായിരുന്നുള്ളൂ. ഒപ്പം തന്നെ പ്രതീക്ഷിത ആയുസ്സും കുറവായിരുന്നു, 32 വയസ്സ് വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒപ്പം തന്നെ ശിശു മരണനിരക്ക് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ ആ സമയത്ത് കൂടുതലായിരുന്നു. ആരോഗ്യ സംവിധാനങ്ങൾ ഭയങ്കരമായിട്ടുള്ള മോശമായിരുന്നു. ജനങ്ങൾ ദരിദ്രരായിരുന്നു. അപ്പം ആദ്യത്തെ ജനസംഖ്യ സെൻസസ് നടന്നത് ഏത് വർഷമാ? 1881. ജനസംഖ്യയുടെ മഹത്തായ വിഭജനം വരുന്ന 1921. ഓക്കെ, അത്രയും ടൈമിലുള്ള പറയുന്നത്, 2 ഘട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജനസംഖ്യയുടെ കുറിച്ച്. ഇനി അടുത്ത് നോക്കിക്കേ, വിദേശ വ്യാപാര മേഖലയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇന്ത്യയില് ഭയങ്കരമായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ബ്രിട്ടനിലേക്ക് അസംസ്കൃത വസ്തുക്കളായിട്ട് കയറ്റുമതി ചെയ്യുന്നു. ഇന്ത്യ ബ്രിട്ടന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള വിപണിയായിട്ട് മാറുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഒപ്പം തന്നെ നമ്മളുടെ വിദേശ വ്യാപാരം ബ്രിട്ടന് അനുകൂലം. അത് ബ്രിട്ടൻ എന്ത് ചെയ്യാണ്, ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അവരവിടെ കൊണ്ടുപോയി വിറ്റ് അവരുടെ സാമ്പത്തിക ശേഷി ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കിക്കേ, 1869 സൂയിസ് കനാൽ തുറന്നതോടെ ബ്രിട്ടന് ഇന്ത്യയുമായുള്ള വ്യാപാരം എളുപ്പവും ചെലവ് കുറഞ്ഞതുമായി മാറുകയാണ്. സൂയിസ് കനാലിലൂടെ ഉള്ള എന്താണ് വ്യാപാരം കുറച്ചുകൂടെ എളുപ്പമാണ്. വിദേശ വ്യാപാര മിച്ചം ബ്രിട്ടൻ 2 കാര്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തി. ഒന്ന്, യുദ്ധ ചെലവുകൾ നികത്താനും ഇന്ത്യയിലെ ബ്രിട്ടന്റെ ഭരണ ചെലവ് നികത്തുവാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് വിദേശ വ്യാപാരം മിച്ചം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിദേശത്ത് കൊണ്ടുപോയി അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് വിൽക്കാനായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അവർക്ക് ലാഭവും ഉണ്ടായിരുന്നു. ഇനി അടുത്തത് തൊഴിൽ ഘടനയുടെ സവിശേഷതകൾ. രാജ്യത്തെ ഉൽപാദന മേഖലകളില് തൊഴിൽ ശക്തിയുടെ വിതരണമാണ് തൊഴിൽ ഘടന സൂചിപ്പിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ കാർഷിക മേഖലയിലായിരുന്നു. കൃഷിയിൽ ആ സമയത്ത് എത്രയുണ്ട്, 70 മുതൽ 75% വരെ പല വ്യവസായങ്ങൾ ചെയ്യുന്ന 10% ആളുകളും സേവന മേഖലയിൽ 15% മുതൽ 20% വരെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോ ഭയങ്കര നേരെ തിരിഞ്ഞിരിക്കുകയാണ്. കൃഷി ഭയങ്കരമായിട്ട് കുറഞ്ഞു, അതുപോലെ സേവന മേഖല ഭയങ്കരമായിട്ട് ഹിറ്റടിച്ച് നിൽക്കുകയാണ് അല്ലെ. ഇനി തൊഴിൽ ഘടനയിൽ പ്രാദേശിക സ്വമത്വം നിലനിന്നിരുന്നു. മദ്രാസ് പ്രസിഡൻസി, മഹാരാഷ്ട്ര തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ പേരും വ്യാവസായിക സേവന മേഖലകളിൽ തൊഴിൽ ചെയ്ത സമയത്ത് രാജസ്ഥാൻ, ഒറീസ, പഞ്ചാബ് ഇവിടെയെല്ലാം കൂടുതൽ പേരും തൊഴിൽ ചെയ്തിരുന്നത് കാർഷിക മേഖലയിലായിരുന്നു. ഇനി നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ. ഇന്ത്യയിൽ പോസ്റ്റ്, ടെലഗ്രാഫ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, റെയിൽവേ ഇതെല്ലാം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ എന്നാ റെയിൽവേ ആരംഭിക്കുന്നത്? 1850 റെയിൽവേ ആരംഭിക്കുന്നത്. ഓക്കെ, റെയിൽവേ ആരംഭിക്കുന്നത് 1850. ഒപ്പം തന്നെ ഇവർ ധാരാളമായിട്ടുള്ള ഉൾനാടൻ ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം സുഗമമാക്കാനും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെ കമ്പോളം മെച്ചപ്പെടുത്തുവാനുമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ എന്ത് ചെയ്തത്? അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് അവർക്ക് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്? അവര് സൗകര്യങ്ങൾ ഇവിടെ എന്താക്കിയത്? വികസിപ്പിച്ചത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ടെക്സ്റ്റ് എല്ലാം വായിച്ച് ഇതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിലാവുന്നതാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്.